I am Nadira Benreiter, trainer, thinking consultant, life coach. ചിന്തിക്കുന്നത് പോലും ചിന്തിച്ചു കൊണ്ടായിരിക്കണം. ഫോക്കസ് ടു സക്സസ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും സന്തോഷമുള്ളതും ലൈഫ് സക്സസ് ആവാനും ആഗ്രഹിക്കാത്തവർ ആരുമില്ല. ലൈഫ് സക്സസ് ആവണം, ഇതാണ് എല്ലാവരും സക്സസ് ആവാനുള്ള എളുപ്പവഴി എന്താണ് എന്നാണ് പലരും പലപ്പോഴും ചിന്തിക്കുന്നത്. ഒരിക്കലും ലൈഫിൽ സക്സസ് ആവാൻ കുറുക്ക് വഴികളൊന്നുമില്ല. ജീവിതത്തിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് വന്നു ചേരുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഡിക്ഷണറിയിൽ മാത്രമാണ് സക്സസിന് ശേഷം വർക്ക് വരുന്നത്. എന്നാൽ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള നമ്മുടെ മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ് ഓരോരുത്തരുടെയും ജീവിതത്തെ പലതരത്തിൽ സക്സസ് ആക്കുന്നത്. ജീവിത വിജയം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ, ഹാർഡ് വർക്കിലൂടെ, സ്മാർട്ട് വർക്കിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. എന്നാൽ എളുപ്പത്തിൽ ഓരോരുത്തരുടെയും ജീവിതം ലൈഫ് സക്സസ് ആവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ത്യാഗങ്ങൾ, വേദനകൾ, സ്ട്രഗിളിങ് എല്ലാത്തിലൂടെയും കടന്നു പോകുമ്പോൾ തന്നെയാണ് ജീവിതത്തിന് വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ ഇരുമ്പ് കഷ്ണങ്ങളും തീച്ചൂളയിലൂടെ കടത്തിവിടുമ്പോഴാണ് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന ശക്തമായ ഓരോ ടൂൾസുകളും കിട്ടുന്നത്. അതുപോലെ സ്വർണത്തെ തീയിലിട്ട് ഉരുക്കിയെടുക്കുമ്പോഴാണ് മനുഷ്യർക്ക് മനോഹരമാക്കാനുള്ള ആഭരണങ്ങൾ തീർക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നിനും പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റൂല. നമ്മൾ ചില കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോയേ പറ്റൂ. ആ കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്ന സക്സസിനാണ് റിയൽ ആയിട്ടുള്ള സക്സസ് ഉണ്ടാവുക. ഈ സമയത്ത് ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു സ്റ്റോറിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഗ്രാമത്തിൽ ഒരു അമ്പലം പണിതു. പക്ഷെ അവിടേക്ക് പ്രാർത്ഥിക്കാൻ ഒരു വിഗ്രഹമില്ല. കല്ലാശാരിമാർ വിഗ്രഹം തേടി, വിഗ്രഹം ഉണ്ടാക്കാനുള്ള കല്ലുകൾ തേടി നടന്നപ്പോൾ പുഴക്കരയിൽ ഒരു കല്ലിനെ കണ്ടു. കല്ലാശാരിമാരായതുകൊണ്ട് കല്ലിനോട് അവർ പെർമിഷൻ ചോദിച്ചു. ഞങ്ങൾ ഈ കല്ലെടുത്തോട്ടെ, അമ്പലത്തിലേക്ക് വിഗ്രഹം പണിയാനുള്ളതാണ്. വിഗ്രഹം പണിത് കഴിഞ്ഞാൽ, ഇത് ഒരു വിഗ്രഹമായി കഴിഞ്ഞാൽ നിങ്ങളെ ദിവസവും തൊഴാൻ ആളുകൾ വരും, അർച്ചന നടത്തും, എപ്പോഴും സന്തോഷമുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും, വളരെ പരിപൂർണതയുള്ള, വളരെ അനുഗ്രഹമുള്ള ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. അപ്പോൾ കല്ല് പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം നടന്നപ്പോൾ മറ്റൊരു കല്ലിനെയും കണ്ടു. ആ കല്ല് ഇതെല്ലാം കേട്ടത് കൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കും വേദന സഹിക്കാൻ പറ്റില്ല എന്ന്. അവിടെ നിന്ന് കല്ലാശാരിമാർ അവിടെ നിന്നും നടന്നു പോയി മൂന്നാമതൊരു കല്ലിനോട് ചോദിച്ചപ്പോൾ കല്ല് പറഞ്ഞു, കുറച്ച് വേദനയൊക്കെ സഹിക്കണം അല്ലേ, എന്നിരുന്നാലും അമ്പലത്തിലേക്കുള്ള വിഗ്രഹത്തിനല്ലേ, കുറച്ച് വേദന സഹിച്ചാലും ബാക്കിയുള്ള കാലം എനിക്ക് സന്തോഷമായി ജീവിക്കാലോ എന്ന അർത്ഥത്തിൽ ഓക്കേ എന്ന് പറഞ്ഞു. കല്ലാശാരിമാർ ആ കല്ലിനെ ഒരു വിഗ്രഹമാക്കി മാറ്റിയെടുത്തു, അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചു. അവിടെ വന്ന് പ്രാർത്ഥിച്ച ഭക്തന്മാർക്കൊക്കെ വളരെ സന്തോഷവും പീസ്ഫുള്ളായ ഒരു സിറ്റുവേഷനും ഉണ്ടായപ്പോൾ ഭക്തരുടെ പ്രവാഹം കൂടി. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറി. തേങ്ങ ഉടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങുകൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കല്ലില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഭക്തർ എന്ത് ചെയ്തു, കല്ല് തെരഞ്ഞു പോയി. കല്ലാശാരിമാരെ പോലെ അവിടെ നിന്ന് കല്ലൊന്നും എന്ത് ചെയ്യില്ല, കല്ലിനോട് അനുവാദമൊന്നും ചോദിച്ചില്ല. എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് കൊടുന്ന് തേങ്ങ ഉടക്കാനുള്ള കല്ല് കിട്ടി. നിരന്തരം തേങ്ങ ഉടക്കാൻ തുടങ്ങിയപ്പോൾ തേങ്ങയിലെ വെള്ളം ഒഴുകി താഴെ നിറയെ ചെളിയായി. അതുകൊണ്ട് അവർക്ക്
ഒരു കല്ലിൽ വിഗ്രഹത്തിലേക്ക് നോക്കാൻ അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് നോക്കുമ്പോൾ ഈ ചെളിയിൽ നിൽക്കണം. അതുകൊണ്ട് ആ ചെളിയെ ഒഴിവാക്കാൻ മറ്റൊരു കല്ല് വേണം. അവരെന്ത് ചെയ്തു? വീണ്ടും പോയി ഒരു കല്ലെടുത്തു വന്നു. ഇവർ കല്ലാശാരിമാരെ പോലെ അനുവാദം ചോദിക്കാത്തത് കൊണ്ട് ആദ്യം പെർമിഷൻ തരാത്ത 2 കല്ലുകളുമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? തേങ്ങ ഉടക്കാനും ചവിട്ടി നിൽക്കാനും ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. 3ാമത്തെ കല്ല് പെയിൻ അനുഭവിച്ചപ്പോൾ ഒരു വിഗ്രഹ രൂപമായി അവിടെ എന്നും സന്തോഷത്തോടും സമാധാനത്തോടും ഒരു പ്രത്യേക ചൈതന്യത്തോടു കൂടി നിൽക്കുകയും എന്നും വന്ന് ആളുകൾ വണങ്ങുകയും ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പെയിൻ അനുഭവിക്കാതെ, സഫറിങ് അനുഭവിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കടന്നു പോലെ ഒരിക്കലും സേഫ് സോണിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. നമ്മുടെ ജീവിതത്തിലെ ഡേഞ്ചർ സോണിലൂടെ കടന്നു പോകുമ്പോഴും പ്രതീക്ഷയുള്ളവരും മനുഷ്യൻ എന്ന നിലയിൽ ബുദ്ധിയും വിവേകവും ഉള്ളവരായതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവും. നാം മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. ജീവിത വിജയം എന്ന് പറയുന്നത് ഹാർഡ് വർക്കിലൂടെയും സ്മാർട്ട് വർക്കിലൂടെയും തന്നെയാണ് കിട്ടുന്നത്. ജീവിക്കാനുള്ള നമ്മുടെ ബർത്ത് റൈറ്റിനെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട് എന്നുള്ള ബോധവും നമുക്ക് വേണം. സോ ജീവിതം ഒരിക്കലും സേഫ് സോണല്ല. ഡേഞ്ചർ സോണിൽ നിന്നുകൊണ്ട് ജീവിതത്തെ സേഫ് ആക്കലാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. ജീവിതം നമുക്കറിയാം. നമ്മൾ ഏത് തരത്തിൽ സഞ്ചരിക്കുമ്പോഴും, നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്, നമ്മുടെ ഒരു വിശ്വാസമാണ് ആ വാഹനം കൃത്യമായ സ്ഥലത്ത് എത്തുമെന്ന്. ഇപ്പം നമ്മൾ വിമാനത്തിൽ കയറുമ്പോഴാകട്ടെ, ട്രെയിനിൽ കയറുമ്പോഴാകട്ടെ, ബസ്സിൽ കയറുമ്പോഴാകട്ടെ, നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകുമ്പോഴാകട്ടെ, നമ്മുടെ ഒരു ബിലീഫാണ് അത് കൃത്യമായ സ്ഥലത്തെത്തും. ഇതുപോലെ ലൈഫ് എന്ന് പറയുന്നത് ഒരു വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഡേഞ്ചർ സോണിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സേഫ് ആക്കാൻ പറ്റുക. നമ്മുടെ മുൻഗാമികളുടെയൊക്കെ പരിശ്രമ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സമാധാനങ്ങളും ഐശ്വര്യങ്ങളുമെല്ലാം. സോ അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാക്കാൻ നമുക്കൊക്കെ പലപ്പോഴും ചില സ്ട്രഗിളിങ് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ഈ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വിജയമല്ല, പകരം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പരാജയമാണ് ഉണ്ടാകുക. ഈ പരാജയത്തിൽ നിന്നുകൊണ്ട് പരാതികൾ പറഞ്ഞുകൊണ്ട് ജീവിതം ഒരിക്കലും ഒരു കണ്ടൻമെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തെ നമ്മുടെ ജീവിതം സന്തോഷകരമല്ല. സോ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ദൈവം തന്ന ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും ബുദ്ധിപൂർവം ബോധപൂർവം മനസ്സിലാക്കുകയും അതിന് ഓരോന്നിനും ഓരോ സൊല്യൂഷൻ ഉണ്ട് എന്നും ആഡ് ചെയ്യേണ്ടതിനെ ആഡ് ചെയ്യുകയും മാറ്റി നിർത്തേണ്ടവയെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.